വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി. ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെയാണ് ആളുകൾ വീടുകളിൽ നക്ഷത്രവിളക്കുകൾ തെളിയിക്കുന്നത്. ആഘോഷരാവുകൾ വന്നെത്താറായതോടെ നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളുമെല്ലാം വിപണി കീഴടക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുമസായി കൊണ്ടാടുന്നത്. ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം നക്ഷത്രങ്ങൾ തന്നെയാണ്. ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ വീടുകളിൽ നക്ഷത്രവിളക്കുകൾ തെളിയിക്കുന്നു. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലും മറ്റ് അലങ്കാരങ്ങളുമെല്ലാം ഇന്ന് വിപണിയിൽ സജീവമാണ്. ലിജോ ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വിപണി നോക്കിക്കാണുന്നത്? ക്രിസ്മസ് വിപണി പറഞ്ഞാൽ റേറ്റെല്ലാം അധികമാണ്, കൂടുതലാണ്. എന്നാലും വാങ്ങാടുക്കാൻ കഴിയില്ല. ഒരു ആഘോഷം, പിന്നെ കുട്ടികൾക്കുള്ളൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് പഴയ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത്? പഴയ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ സ്റ്റാറൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. പുൽക്കൂട് അടക്കം റെഡിമെയ്ഡ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ വാങ്ങും, കടയിൽ പോയിട്ട് വാങ്ങിയിട്ട്. മുൻപ് പേപ്പർ നക്ഷത്രങ്ങളാണ് വിപണി കീഴടക്കിയിരുന്നത്. എന്നാൽ ഇന്ന് LED നക്ഷത്രങ്ങളാണ് വിപണിയിലെ താരം. ₹100 മുതൽ തുടങ്ങുന്ന നക്ഷത്രങ്ങളാണ് വിപണിയിൽ ലഭിക്കുന്നത്. വ്യത്യസ്ത വർണ്ണത്തിലുള്ള ഇവ കാണാനും ഏറെ ആകർഷകമാണ്. നക്ഷത്രങ്ങൾ വാങ്ങുവാനായി നിരവധി ആളുകൾ എത്തുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. ക്രിസ്മസ് എന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷമല്ല, ഒരു സമൂഹമാകെ അല്ലെങ്കിൽ ഒരു ജനതയാകെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു ആരവം മുഴുകിക്കഴിഞ്ഞു. ഇനി വരുന്ന ആളുകളിൽ കൂടുകൾ ഒരുക്കുന്നതിൻ്റെയും അതുപോലെ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിക്കുന്നതിൻ്റെയും ഉള്ള ഒരു തിരക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വർഷം വ്യാപാരി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പ്രത്യാശയുള്ളതാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം നമ്മൾ ഈ കേരളത്തിനാകെ ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിവിധ വലുപ്പത്തിലുള്ള ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ വേഷങ്ങളും വിപണിയിൽ സജീവമാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയർത്തി വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി കടന്നു വരികയാണ്. ഇത്തവണ ക്രിസ്തുമസ് വിപണിയെ വരവേൽക്കാൻ വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ പുൽക്കുടിലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.